ഇന്നലത്തെ ചോദ്യം ചെയ്യലിനിടെ രാഹുൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന കൃത്യമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതായത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ ഫോൺ കോളുകൾ പരാതിക്കാരി റെക്കോർഡ് ചെയ്തത് എന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്, ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് താൻ ഈ പരാതിക്കാരിക്ക് നൽകിയിട്ടില്ല. താനും യുവതിയും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് എന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തൻ്റെ ഫോൺ പരിശോധിക്കാനായി പാസ്വേഡ് അന്വേഷണ സംഘത്തിന് രാഹുൽ കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അന്ന് രാഹുലിൻ്റെ സ്മാർട്ട് ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ രാഹുൽ തയ്യാറായില്ല. തനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് പാസ്വേഡ് നൽകാനാവില്ല എന്ന നിലപാടിലായിരുന്നു രാഹുൽ. ആ നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ് SITക്ക് മുമ്പിൽ. അതായത് തൻ്റെ സാന്നിധ്യത്തിൽ ആ ഫോൺ പരിശോധിച്ചാൽ അപ്പോൾ മാത്രം ഫോണിൻ്റെ പാസ്വേഡ് നൽകാമെന്ന ഒരു നിലപാടാണ് രാഹുൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഈ ഫോണുകൾ പരിശോധനയ്ക്കായി കൈമാറിയേക്കും എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോണിൽ നിന്ന് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും എന്ന നിഗമനത്തിലാണ് SIT ഉള്ളത്. അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന നിലപാട് SITക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് അവർക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറ്റുന്ന ചില ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് മുമ്പിൽ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നും നമുക്കറിയാമല്ലോ, ഈ കേസ് ഉണ്ടായതിനു ശേഷമുള്ള ഓരോ ഘട്ടവും ഒരുപക്ഷെ മലയാളികൾക്ക് കൃത്യമായ ഓർമ്മയുണ്ടാകും. ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നു, അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു, പിന്നീട് ജാമ്യം തേടുന്നു. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായ നിയമവശങ്ങൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ നിയമജ്ഞരുമായി സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുകയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പക്ഷേ ഫോൺ അടക്കം പരിശോധിക്കുമ്പോൾ അതിന് തൻ്റെ സാന്നിധ്യത്തിൽ വേണമെന്ന് പറയുന്നു. അതിൽ രാഹുൽ പറയുന്ന വശം നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം രാഹുലിന് അനുകൂലമാകുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി മാറാൻ സാധ്യതയുള്ളത് ശാസ്ത്രീയമായ തെളിവുകളാണ്. അവിടെയാണ് ഈ ആശയവിനിമയം, അതിജീവിതയുമായുള്ള ആശയവിനിമയം പ്രധാനപ്പെട്ടതാകുന്നത്. ഇപ്പോൾ തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ചതുപോലും ആ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ രാഹുലിൻ്റെ ഇത്തരം വാദങ്ങൾക്ക് മുന്നിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിനും ആ നിലയിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായൊരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുന്നു. അതാണോ മനസ്സിലാകേണ്ടത്?